How to use ski machine. അപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ തന്നെ അബ്ഡോമിൻ എൻഗേജ്ഡ് ആയി. അപ്പോൾ ഇപ്പം നമുക്ക് റിയർ ഡെൽറ്റോയിഡ്, കോർ മസിൽസിൽ വരുന്ന റെക്ടസ് അബ്ഡോമിൻ, ട്രാൻസ്വേഴ്സ് അബ്ഡോമിൻ, അതുപോലെ തന്നെ ഇറക്ടസ് സ്പൈനെ, ഒബ്ലിക്സ്, ഇങ്ങനെയുള്ള എല്ലാ കോർ മസിൽസിന് റിക്രൂട്ടഡ് ആവും. അറ്റ് ദ സെയിം ടൈം ലോവർ ബോഡിയിൽ ഐസോമെട്രിക്കലി ഗ്ലൂട്സ്, ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ് ഇതെല്ലാം റിക്രൂട്ടഡ് ആവുന്നുണ്ട്. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ റിയർ ഡെൽറ്റോയിഡാണ്. ഇത്രയും മസിൽസ് അതിൽ വർക്കൗട്ടായി. അപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഇത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടയർഡ് ആയി കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് സ്ട്രെയിറ്റ് പൊസിഷനിൽ വന്നിട്ട് കോറിനെയും ഗ്ലൂട്ട്സിനെയും ലോവർ ബോഡിനെയും ഡീആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാം, ഓൾട്ടർനേറ്റ് സ്കീ ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ ഇത് പുറത്തേക്ക് പോകരുത്, നമ്മുടെ ക്ലോസ് ടു ബോഡി തന്നെ വേണം പുള്ള് ചെയ്യാൻ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാം. ഇതും സ്കീയിങ്ങിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ്. ഇനി മസിൽ ഇൻവോൾവ്മെൻറ്റ് ലോവർ ബോഡിനെ ആക്റ്റീവ്ലി ചെയ്യാനാണെങ്കിൽ നമ്മൾ സ്കോട്ട് ചെയ്യുന്ന പോലെ താഴേക്ക് പോവാം. ഇപ്പോൾ ലോവർ ബോഡിനെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം അപ്പർ ബോഡിയും റിക്രൂട്ടഡ് ആവുകയാണ്. ഇതും ഒരു ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്ക് ഡൈനാമിക് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമുക്കിത് തന്നെ ലഞ്ച് ബിഹൈൻഡ് ആയിട്ട് പോവാം, ഓൾട്ടർനേറ്റ് ആയിട്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ലോവർ ബോഡിയും റിയർ ഡെൽറ്റോയിഡ് അതുപോലെ തന്നെ നമുക്ക് ഡൈനാമിക്കലി ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഏറ്റവും ഫണ്ടമെൻ്റലി ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ്. അപ്പർ ബോഡി മാത്രമായിട്ട് നമുക്ക് റിക്രൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ ലോവർ ബോഡി മാത്രമായിട്ട് നമുക്ക് റിക്രൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ അപ്പർ ബോഡിയും ലോവർ ബോഡിയും കോറും എല്ലാം നമുക്ക് എൻഗേജ് ചെയ്യാനും ഈ ഒരു എക്യുപ്മെൻറ്റ് വളരെ ബെനിഫിഷ്യലാണ്. താങ്ക് യു.